നമ്മൾ ഇപ്പോൾ അപകടം നടന്ന സ്ഥലത്ത് നിന്ന് പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഏതാണ്ട് കുറച്ച് സമയം മാത്രമേ അവിടെ നിൽക്കാൻ സാധിച്ചിട്ടുള്ളൂ. അതൊരു അപകടം നിറഞ്ഞ ഒരു ഭാഗം കൂടിയാണ്. കൂടിയാണ് അവിടെ അധികം നേരം നിർത്താത്തതിനുള്ള കാരണം. ഏതായാലും അവിടെ തിരച്ചിൽ ഇപ്പോൾ പുരോഗമിക്കുന്നുണ്ട്. അതിന് പ്രധാന കാരണമുണ്ട് അകത്തേക്ക് കൊണ്ടുപോകുന്നതിനും മറ്റും. അതായത് തിരച്ചിൽ വളരെ സ്ലോ ആണ് എന്നുള്ള ഒരു ആക്ഷേപം നേരത്തെ ബന്ധുക്കളൊക്കെ ഉന്നയിച്ചിരുന്നു. പക്ഷേ തിരച്ചിൽ എന്നുള്ളത് അതീവ ദുഷ്കരം തന്നെയാണ്. അവിടെ ഒരു മല, ആ ദൃശ്യങ്ങൾ കണ്ടാൽ തന്നെ അറിയാം, ഒരു മലയുടെ ഒരു ഭാഗം പൂർണ്ണമായും താഴേക്ക് പതിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ആ മണ്ണ് മുഴുവൻ നീക്കം ചെയ്യുക എന്നുള്ളത് ഒരു ഹെർക്കൂലിയൻ ടാസ്ക് തന്നെയാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതിനുള്ള നടപടികളാണ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. ഏതായാലും ഈ ട്രക്ക് കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ട് ഇരിക്കുന്നുണ്ട്. റഡാർ ഉപയോഗിച്ച് ഈ GPS സിഗ്നൽ കിട്ടിയ ആ ഭാഗത്ത് പരിശോധിച്ചിരുന്നു. അവിടെ നിന്ന് ചില സിഗ്നലുകൾ ലഭിച്ചു. പക്ഷെ അത് ലോറിയുടേതാണോ എന്ന് സ്ഥിരീകരിക്കുന്നതിന് അല്പം കൂടി താമസം വേണം. പ്രത്യേകിച്ച് ഒരുപക്ഷെ മറ്റ് ലോഹഭാഗങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊരുപക്ഷെ അങ്ങനെ ഡിറ്റക്ട് ചെയ്യാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ അത് ലോറിയുടേതാണെന്ന് ഉള്ളൊരു സ്ഥിരീകരണം ഇനിയും വരേണ്ടിയിരുന്നു. നേരത്തെ അകത്തു നിന്ന് ചില രക്ഷാപ്രവർത്തകർ അറിയിച്ചനുസരിച്ചാണ് അത് ലോറി സ്പോട്ട് ചെയ്യാനായി എന്നുള്ള വിവരം നൽകിയത്. പക്ഷേ അത് ചില ലോഹഭാഗങ്ങളായിരുന്നു എന്നുള്ളതാണ് മനസ്സിലാകുന്നത്. ഏതായാലും സിഗ്നൽ ലഭിച്ചു എന്നുള്ളത്, പല ഭാഗത്തു നിന്നും സിഗ്നൽ ലഭിച്ചു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ഏതായാലും വലിയ തോതിൽ പരിശോധനകൾ അവിടെ ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ശരി, തെരച്ചിൽ പരിശോധന അവിടെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. കുറേ കാര്യങ്ങളുണ്ട് രക്ഷാപ്രവർത്തനത്തിന് വെല്ലുവിളിയായി ദുഷ്കരമായി നിലനിൽക്കുന്നത്. അത് തന്നെയാണ് നമുക്ക് ആവർത്തിച്ച് പറയാനും പ്രേക്ഷകരിലേക്ക് ആ ദൃശ്യങ്ങൾ തന്നെയാണ് എത്തിക്കാനുമുള്ളത്.